FM Health Line. കുട്ടികളിലെ വായ സംബന്ധമായ ശീലങ്ങൾ അവരുടെ ദന്താരോഗ്യത്തെയും താടിയെല്ലിന്റെ വളർച്ചയെയും സാരമായി ബാധിക്കുന്നു. സമയാനുസൃതമായ ചികിത്സാ രീതികളിലൂടെ അവയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് ആരോഗ്യകരമായ ഒരു ദന്തനിര കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നതിന് അനുയോജ്യമാണ്. പൊതുജന താൽപര്യാർത്ഥം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ഡെന്റൽ ക്ലിനിക്, ബാനർജി റോഡ്, എറണാകുളം. ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികളിലെ വായ തുറന്നുള്ള ശ്വസനവും ദന്താരോഗ്യവും അറിയേണ്ടതെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിലെ കൺസൾട്ടന്റും ഡെന്റൽ സർജനുമായ ഡോക്ടർ ടിനെറ്റ് മേരി അഗസ്റ്റിനുമായി അഭിമുഖം. ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് വായയിലൂടെ ശ്വാസമെടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സാധാരണ വായയിലൂടെ ശ്വാസമെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ENT വിദഗ്ധനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. കാരണം നാസൽ പോളിപ്സ് അതല്ലെങ്കിൽ അഡിനോയിഡ് ഈ വക പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും വായയിലൂടെ ശ്വാസമെടുക്കുന്ന പതിവ് തുടങ്ങുക. എന്നാൽ ഇത് കുട്ടികളുടെ പല്ലുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളുടെ മുഖത്തിന്റെ ആകൃതി തന്നെ, അതുപോലെ ദന്തങ്ങളുടെയും ആകൃതി തന്നെ മാറിപ്പോകാൻ ഇടയാക്കുന്നതാണ് ഈ വായയിലൂടെ ശ്വാസമെടുക്കുന്ന സ്വഭാവം. ശരിക്കും വായയിലൂടെ ശ്വാസമെടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണമായ ഒരു പ്രശ്നമാണോ, അതല്ലെങ്കിൽ അതൊരു നോർമൽ ബ്രീത്തിങ് പാറ്റേൺ തന്നെയാണോ? വായിലൂടെയുള്ള ശ്വാസം എടുക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ല. കാരണം നമ്മൾക്ക് വായ എന്ന് പറയുന്നത് ശ്വസിക്കാനുള്ള ഒരു ഓർഗൻ അല്ല. പലപ്പോഴും നമ്മളുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ഒരു ശ്വസന വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ വായ തുറന്ന് ശ്വസിക്കുന്നത് വരുന്നത്. പക്ഷെ ടെമ്പററി ആയിട്ട് ഇപ്പം നമ്മൾ ടയേർഡായിട്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, നമ്മൾ കോട്ടുവായ ഇടുന്നു അല്ലെങ്കിൽ ഓടിക്കതച്ച് വരുന്ന സമയത്ത് വാ തുറന്ന് ശ്വസിക്കുന്ന, അതൊക്കെ നമ്മൾക്ക് നോർമലായിട്ട് താൽക്കാലികമായിട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷെ പല സമയത്തും അതൊരു റെസ്റ്റിംഗ് പൊസിഷനിൽ, അതായത് യാതൊരു എഫേർട്ടൊന്നും ഇല്ലാതെയുള്ള സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടികൾ അതുപോലെ വാ തുറന്ന് ശ്വസിക്കുന്നത് അത് നോർമൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ശരിക്കും ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം ഞാൻ കുറച്ചു മുമ്പേ പറയുന്നത് നാസൽ പോളിപ്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതുപോലെ അഡിനോയിഡ് ഉണ്ടാകുമ്പോൾ പതിവാണ്. മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കുട്ടികൾ വായിലൂടെ ശ്വസിക്കും? അതായത് നമ്മൾക്ക് ഒരു മൗത്ത് ബ്രീത്തിങ്ങിന് പല റീസൺസ് ആണുള്ളത്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പത്തോളജിക്കൽ റീസൺ. അതായത് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ കൊണ്ട് കുട്ടി ശ്വസിക്കുക, അതായത് ഇപ്പോൾ മൂക്കിലുള്ള ദശവളർച്ച അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൂക്കിന്റെ പാലത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, അഡിനോയിഡ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ ടോൺസിലിന്റെ ഇഷ്യൂസ്, റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ്, അതുപോലെ അലർജിക് റെസ്പോൺസ്, ഇതൊക്കെ ഒരു രോഗാവസ്ഥ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഫിസിയോളജിക്കലി, അതായത് നോർമൽ ഒരു കണ്ടീഷൻസിൽ കുട്ടികൾക്ക് ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത് ചുണ്ടടച്ച് നാക്ക് അണ്ണാക്കിൽ മുട്ടിച്ച് മൂക്കിൽ കൂടെ ശ്വസിക്കുക, അതാണ് ഒരു ബാലൻസ് പൊസിഷൻ. പക്ഷെ പല സമയത്തും ഈ നാക്ക് അണ്ണാക്കിൽ മുട്ടാത്തൊരവസ്ഥ, അതൊരു ടങ് ടൈ കൊണ്ടാകാം, മാക്രോഗ്ലോസിയ, അതായത് നമുക്ക് ടങ്കിന്റെ സൈസ് കുറച്ച് കൂടുതൽ കൊണ്ടാകാം, ഈ മുകളിലുള്ള താടിയുടെ ഒരു ചുരുക്കം കൊണ്ടാകാം, താഴത്തെ താടി കുറച്ച് പുറകിലോട്ടുള്ളത് കൊണ്ടാകാം. ഇതൊക്കെ കൊണ്ടും കുട്ടികൾക്ക് ഒരു മൗത്ത് ബ്രീത്തിങ് പോസ്ചറിലോട്ട് അവർക്ക് അത് ഡെവലപ്പ് ചെയ്ത് പോകും. ഇതുകൂടാതെ ഒരു ഡെവലപ്മെന്റൽ ഓഫ് ഓറൽ ഹാബിറ്റ്സ്, അതായത് കുട്ടികൾക്കുള്ള ശീലങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്കൊരു പത്തോളജിക്കൽ റീസൺ, അഡിനോയിഡോ അതിന്റെയൊക്കെ ഒരു അവസ്ഥ കൊണ്ട് ഡെവലപ്പ് ചെയ്തതാകാം. പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റഡ് ആയാൽ പോലും, അഡിനോയിഡക്ടമി ഇതെല്ലാം ചെയ്താൽ പോലും പലപ്പോഴും കുട്ടികൾ പഠിച്ചു വെച്ചേക്കുന്ന ശീലം അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹാബിറ്റ്സ്, ഇപ്പോൾ വിരൽ കുടിക്കുക അല്ലെങ്കിൽ ടങ് ത്രസ്റ്റിങ്, അതുപോലെയുള്ള പല ഹാബിറ്റ്സും കറങ്ങി തിരിഞ്ഞ് അത് മൗത്ത് ബ്രീത്തിങ്ങിലോട്ട് എത്തിച്ചേരും. സോ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡെന്റൽ കൺസിഡറേഷൻ ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മൗത്ത് ബ്രീത്തിങ് വന്നു എന്നുള്ളത്, അതായത് ആ ഒരു റീസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ മൗത്ത് ബ്രീത്തിങ് കുട്ടികളുടെ ഡെന്റൽ ഹെൽത്തിനെ, ഈ ദന്താരോഗ്യത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ബാധിക്കാം? ഒരു ഡെന്റൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് ചോക്ലേറ്റ്സ്, ചിപ്സ്, അതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത്. പക്ഷെ ഇതേ ഒരു ലെവലിൽ തന്നെ ഒരു ഡെന്റൽ ഡിസീസിന് കാരണമാകുന്ന ഒന്നാണ് ഈ ഒരു മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് വായിലുള്ള തുപ്പൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഒരു ഫാക്ടറാണ്. പക്ഷെ വായ അടച്ചിരിക്കുമ്പോൾ അത് പല്ല് ഈ തുപ്പലിൽ കുതിർന്നായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ വാ തുറക്കുമ്പോഴൊരു പ്രശ്നം, കുട്ടികൾ കുറച്ചു നേരം വാ തുറന്നിരിക്കുമ്പോൾ വായങ്ങ് ഡ്രൈ ആകാൻ തുടങ്ങും. ഈ ഡ്രൈ ആകുന്ന സമയത്ത് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അവിടെ നീക്കപ്പെടുകയാണ്. സോ ആ ഒരു സമയത്ത് പറ്റുന്നത് കൂടുതലായിട്ട് ക്യാവിറ്റി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസ് വായിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ pH ലോ ആകുന്നു. അതുപോലെ കൂടുതലായിട്ട് ഡെന്റൽ ക്യാവിറ്റീസ് പലപ്പോഴും ഈ കുട്ടികൾക്ക് വരുന്നതാണ് ഈ പല്ലിന്റെ ഇടയിൽ വരുന്ന ക്യാവിറ്റീസ്. അത് പലപ്പോഴും ഈ ഒരു പൗച്ചിങ് കൊണ്ട് വരുന്നതും പിന്നീട്
പിന്നീട് വായ ഡ്രൈ ആകുമ്പോൾ അത് അഗ്രവേറ്റഡ് ആവുന്നതുമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഗം ഇൻഫെക്ഷൻസ്, അതായത് പലപ്പോഴും കുട്ടികൾക്ക് മോണയിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു, ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിങ് വരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു പഫിനെസ് വരുന്നു. അതൊക്കെ ഈ ഒരു മൗത്ത് ബ്രീത്തിങ് കൊണ്ട് ഉണ്ടാകാം. അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് വായിൽ ഒരു സ്മെല്ല്, ഹാലിറ്റോസിസ്, അതൊക്കെ നമ്മൾക്ക് മൗത്ത് ബ്രീത്തിങ് കൊണ്ട് ഉണ്ടാകാവുന്ന ഡെന്റൽ ഡിസീസസ് ആണ്. ഇത് കൂടാതെ പല്ലുകളുടെ ആകൃതി, അതല്ലെങ്കിൽ നമ്മുടെ താടിയെല്ലിന്റെ വളർച്ച, ഇതൊക്കെ ഈ വാ തുറന്നുള്ള ശ്വസിക്കുന്ന രീതി സ്വാധീനിക്കാറില്ലേ? അതെ അതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വായുടെ ഒരു ബാലൻസ് പൊസിഷൻ എന്ന് പറയുന്നത് ചുണ്ടടച്ച് നാക്ക് അണ്ണാക്കിൽ മുട്ടിച്ച് മൂക്കി കൂടെ ശ്വസിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പോസ്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്ക് നമ്മുടെ അണ്ണാക്കിൽ മുട്ടുന്ന ആ ഒരു ലെവലില്, അതായത് ഈ അണ്ണാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വായുടെ മുകൾ ഭാഗവും മൂക്കിന്റെ താഴ്ഭാഗവുമാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു നാക്കിന്റെ ഫോഴ്സ് അണ്ണാക്കിലോട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുകളിലത്തെ താടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു പോസ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ മുകളിലത്തെ താടി ചെറുതായിട്ട് അങ്ങ് ചുരുങ്ങുന്നു. ഈ ചുരുങ്ങുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ താഴത്തെ താടിയും അതനുസരിച്ചിട്ട് ചുരുങ്ങാനുള്ള സാധ്യത വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ സ്ഥലക്കുറവ് കൊണ്ട് പല്ലിന്റെ നിര തെറ്റും. സ്വാഭാവികമായിട്ട് നമുക്ക് സ്ഥലം കുറവാകുമ്പോൾ നമ്മൾ കയറി ഇറങ്ങിയിരിക്കുന്നത് പോലെ പല്ലും കയറി ഇറങ്ങി, എസ്പെഷ്യലി നമ്മുടെ താഴത്തെ നിരയിലുള്ള പല്ലുകൾ കുറച്ച് കയറി ഇറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോമ്പലുകൾ പുറത്ത് ചാടി വരിക, അങ്ങനെയുള്ള കുറെ ദന്തനിരയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ആർച്ചില് നമ്മൾക്ക് മുകളിലത്തെ താടി വല്ലാതെ അങ്ങ് ചുരുങ്ങി പോവുക, താഴത്തെ താടിയുടെ പൊസിഷൻ കുറച്ച് പുറകിലോട്ടാവുക, ഇതൊക്കെ നോർമലായിട്ട് നമ്മളുടെ ഒരു ജോയില് വരുന്ന ഒരു ചേഞ്ചസ് ആണ്. അതായത് എപ്പോഴും നമ്മുടെ ഒരു ജോ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ സറൗണ്ട് ചെയ്തേക്കുന്ന പേശികളാണ്. ആ ഒരു മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് യഥാർത്ഥത്തിൽ ജോനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു മസിൽ ഫോഴ്സിൽ ഒരു ഇംബാലൻസ് വരുമ്പോൾ അത് ടോട്ടലി നമ്മളുടെ ജോലും അതങ്ങ് റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുഖത്തിന്റെ ആകൃതി തന്നെ ചിലപ്പോൾ മാറിപ്പോ. അതെ, പലപ്പോഴും നമ്മൾക്ക് ശ്രദ്ധിച്ചാലേ അറിയാം. അതായത് പല കുട്ടികൾക്കും മുഖം കുറച്ച് നീണ്ട മുഖം എന്ന് പറയും, നമ്മൾ അതിനൊരു അഡിനോയിഡ് ഫേസസ് എന്ന് പറയും. കാരണം വാ തുറന്നുറങ്ങുമ്പോൾ ആ ഒരു മസിൽ സ്ട്രെച്ച് കൊണ്ട് നമ്മളുടെ ആ ഒരു താഴത്തെ താടി കുറച്ച് പുറകിലോട്ടും കുറച്ച് നീളത്തിൽ ഒരു ഫേഷ്യൽ പാറ്റേൺ തന്നെ ആ ഒരു ചേഞ്ചസ് ആയിട്ട് വരും. ഈ മൗത്ത് ബ്രീത്തിങ് നമ്മുടെ താടിയെല്ലിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം നമ്മുടെ താടിയെല്ലിന്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മസിൽസിന്റെ ഒരു സ്ട്രെങ്ത്തിലും അതിന്റെ ഒരു ബാലൻസിലുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എപ്പോഴും നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു പോസ്ചർ എന്ന് പറയുന്നത് ചുണ്ടടച്ച് നാക്ക് അണ്ണാക്കിൽ മുട്ടിച്ച് മൂക്കി കൂടെ ശ്വസിക്കുക. ഈ ഒരു ബാലൻസ് പൊസിഷനിൽ നിന്ന് വ്യതിചലിച്ച് ഈ ഒരു നാക്ക് താഴത്തെ താടിയുടെ കൂടെ വരും. പലപ്പോഴും ഈ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്ന കുട്ടികളിൽ പലപ്പോഴും നമ്മുടെ നാക്ക് താഴത്തെ താടിയുടെ കൂടെ ആയിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു മോൾഡിംഗ് ഫോഴ്സ്, അതായത് നമ്മുടെ അണ്ണാക്കിൽ വരുന്ന ആ ഒരു മോൾഡിംഗ് ഫോഴ്സ് കുറയുന്നതനുസരിച്ചിട്ട് അണ്ണാക്കിന്റെ ഭാഗം ചുരുങ്ങി പോകുന്നു. ഈ അണ്ണാക്ക് എന്ന് പറയുന്നത് എപ്പോഴും മൂക്കിന്റെ താഴ്ഭാഗമാണ്. അവിടെയും നേസൽ സ്പേസും അതനുസരിച്ചിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. സോ ആ ഒരു പോസ്ചറിൽ പ്രശ്നം വരുന്നത് മുകളിലത്തെ താടി ചുരുങ്ങുന്നതിന് അതേ സമാനമായിട്ട് താഴത്തെ താടിയിലും ചുരുക്കം വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് നിര തെറ്റി, അതായത് സ്ഥലക്കുറവ് കൊണ്ട് പല്ല് കുറച്ച് കയറി ഇറങ്ങി, എസ്പെഷ്യലി താഴെ നിരയിലുള്ള പല്ലുകൾ കൂടുതലായിട്ട് നിര തെറ്റി വരുന്നത് അതുകൊണ്ടാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ജോ പൊസിഷനിങ്, ഈ ഒരു താഴത്തെ താടി നമ്മൾ വാ തുറന്ന് വെച്ചേക്കുന്ന ഒരു പോസ്ചർ കൊണ്ട് നമ്മുടെ താഴത്തെ താടി കുറച്ച് പുറകിലോട്ടുള്ള ഒരു പോസ്ചറിലോട്ട് അലൈൻഡ് ആവുകയും മുഖത്തിന് തന്നെ അതൊരു നീണ്ട മുഖം ആയി മാറാനുള്ള ഒരു ചേഞ്ചസ് അതിൽ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അതിനൊരു അഡിനോയിഡ് ഫേസസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് നമ്മൾക്കൊരു ജോ ഡെവലപ്മെന്റൽ ടൈമിൽ ഈ ഒരു മൗത്ത് ബ്രീത്തിങ് അൺട്രീറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന ആ സ്കെൽട്ടണൽ ഇഷ്യൂസ് ലൈഫ് ടൈം നമ്മളുടെ കൂടെ തന്നെ അങ്ങ് ഒരു അഗ്രവേറ്റിംഗ് ഫാക്ടറായിട്ട്, ഒരു മൗത്ത് ബ്രീത്തിങ്ങിനെ വീണ്ടും അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകും. ഇത് നമ്മളുടെ ഒരു സ്കെൽട്ടണൽ ഇഷ്യൂസ് മാത്രമല്ല, പലപ്പോഴും ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസിലും അത് കാരണമാകുന്നുണ്ട്. അതായത് ഒരു വായിൽ കൂടെ ശ്വസിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജന്റെ ഒരു ലെവൽ പ്രോപ്പർ ആയിട്ട് അവർക്ക് കിട്ടുന്നില്ല. അതിന്റെ കൂടെ തന്നെ അവർക്ക് സ്നോറിങ്, അതേപോലെ തന്നെ അപ്നിയ, അതായത് ഇടയ്ക്ക് ഈ കൂർക്കം വലിച്ച് ഒരു ലെവൽ വരുമ്പോൾ അവരതങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു, പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു, അത് വീണ്ടും കിടന്നുറങ്ങുന്നു, കൂർക്കം വലിക്കുന്നു. ആ ഒരു സൈക്കിൾ, ഇതൊക്കെ വരുമ്പോൾ പ്രശ്നം സ്ലീപ്പും അതനുസരിച്ചിട്ട് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. എപ്പോഴും ഒരു സ്ലീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു റിഫ്രഷ് ആണ്, ബ്രെയിനിന് ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ടും കുട്ടികൾ ഇതുപോലെ തന്നെ ഇറിറ്റബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ നേച്ചർ ചിലപ്പോൾ അതിൽ വരും. അത് പലപ്പോഴും ആ ഒരു ബ്രെയിൻ പ്രോപ്പറായിട്ട് ഒരു റിഫ്രഷ് ആവാത്തതിന്റെ ഒരു ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പല ഇഷ്യൂസും ഈ മൗത്ത് ബ്രീത്തിങ് റിലേറ്റ് ചെയ്ത് ഉണ്ടാവുന്നുണ്ട്. കുട്ടികളിലെ വായ സംബന്ധമായ ശീലങ്ങൾ അവരുടെ ദന്താരോഗ്യത്തെയും താടിയെല്ലിന്റെ വളർച്ചയെയും സാരമായി ബാധിക്കുന്നു. സമയാനുസൃതമായ ചികിത്സാ രീതികളിലൂടെ അവയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് ആരോഗ്യകരമായ ഒരു ദന്തനിര കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നതിന് അനുയോജ്യമാണ്.
പൊതുജന താൽപര്യാർത്ഥം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ഡെന്റൽ ക്ലിനിക്, ബാനർജി റോഡ്, എറണാകുളം. ഡോക്ടർ പറയുണ്ടായി, ഇപ്പോൾ നമുക്കൊരു നാസൽ മൂക്കിലൊരു അടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വായിലൂടെ ശ്വസിച്ചു എന്ന് വരാം. അത് സാധാരണമാണ്. പക്ഷേ ഏത് പ്രായത്തിലാണ് ഈ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടത്? കാരണം സ്ഥിരമായി കുഞ്ഞ് വായിലൂടെയാണ് ശ്വസിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത് ഏത് പ്രായത്തിലാണ്? മൗത്ത് ബ്രീത്തിങ് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പെത്തോളജിക്കൽ റീസൺസ് കൊണ്ട് വരുന്നത് അത് ചെറിയ പ്രായം തൊട്ടേ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ട്രീറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നൊരു ഏജ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. സോ എപ്പോഴും നമ്മളൊരു ഇവാലുവേഷൻ നമ്മളൊരു 5 ഇയേഴ്സിലാണ് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഏജിൽ വന്നാലേ നമുക്ക് ട്രീറ്റ്മെന്റിനോട് കുട്ടിക്കും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലോട്ട് വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഏത് ഏജിലാണോ ഒരു പാരന്റ് നമ്മളുടെ അടുത്ത് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ടൈലർ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നമ്മളൊരു നേരത്തെ ഒരു 5 വയസ്സ് ഒരു 6 വയസ്സ് ആ ഒരു ഏജിലെ നമ്മളതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഒരു എന്താണ് റീസൺ എന്നുള്ളതും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഡെന്റൽ ഇഷ്യൂസും സ്കെൽട്ടൻ ഇഷ്യൂസും നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സാധാരണ വായിലൂടെ ശ്വസിക്കുന്ന ഒരു കുട്ടിയെ എപ്പോഴും രക്ഷിതാക്കൾ ഒരു ENT സർജൻ്റെ അടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം? എങ്ങനെയാണ് ഈ പല്ലുകളുടെ വളർച്ചയെ അത് വായിലൂടെ ശ്വസനം ബാധിക്കുന്നത് അറിയുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു പെത്തോളജിക്കൽ റീസൺ എപ്പോഴും ഒരു മെയിൻ ഫാക്ടറാണ്. അതായത് ഇപ്പോൾ ഒരു അഡിനോയിഡ് കൊണ്ടാണോ ടോൺസിൽ കൊണ്ടാണോ അത് നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യണം. അതിന് ഇതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ENTനെ തന്നെ അത് നമ്മളത് കാണിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഡെന്റലും അതുപോലെ അതിന്റെ ഒരു താടിയെല്ലിൽ വരുന്ന ചേഞ്ചസും അത് നമ്മൾ ശരിക്കും അത് ഡെന്റൽ ക്ലിനിക്കിൽ തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തതിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ നമ്മളൊരു ഡെന്റൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ തന്നെ കുട്ടിക്ക് ഒരു ഹാബിറ്റിന്റെ ഒരു ഇവാലുവേഷൻ ഉണ്ടാകും. കുട്ടിക്ക് എത്രമാത്രം വാ അടച്ച് നമുക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വായുടെ അളവെടുത്തിട്ട് എത്രമാത്രം ചുരുക്ക്, അതായത് വായിൽ ആ ഒരു താടിക്ക് എന്തെങ്കിലും ഒരു ചുരുക്കം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സ്പേസ് ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ എക്സ്റേ, ലാറ്ററൽ സെഫ് പോലുള്ള എക്സ്റേ എടുത്ത് നമുക്ക് ആ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്കെൽട്ടണൽ പാറ്റേണിലാണോ കുട്ടിയുടെ ആ ഒരു താടിയെല്ലിന്റെ ഒരു പൊസിഷൻ നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നോർമലിൽ നിന്ന് കുട്ടിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള ഒരു എക്സ്റ്റെന്റ് ആണ് ഈ ഒരു മൗത്ത് ബ്രീത്തിങ് കൊണ്ട് നമുക്ക് എന്തൊരു എക്സ്റ്റെന്റ് വരെ നമ്മൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് റിലേറ്റ് ചെയ്ത് അതിന്റെ ഔട്ട് ഓഫ് നിൽക്കുന്നത്, അതായത് ഈ ഒരു പെത്തോളജിക്കൽ റീസൺസ്, അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ബിഹേവിയറൽ ഇഷ്യൂസ്, അതെല്ലാം അതനുസരിച്ച് നമ്മൾ അതിന് ഒരു റെഫറൽ ആയിട്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഈ പല്ലിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മിൽക്ക് ടൂത്ത്, അതായത് പാൽപ്പല്ലുകൾ പോകാനുള്ളതല്ലേ, അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തിനാ, രണ്ടാമത് പല്ല് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരെന്ന് രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് പല്ല് വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല അല്ലെ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്, അതായത് പാൽപ്പല്ലല്ലേ പറഞ്ഞു പോയി കഴിഞ്ഞ് പുതിയത് വരുമ്പോൾ അതങ്ങ് റെഡിയാകും എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഈ പെർമനന്റ് പല്ലില് ഇപ്പൊ ഇത്രയും റൂട്ട് കനാൽസും ഇംപ്ലാന്റ്സും അങ്ങനെയുള്ള കുറെ ട്രീറ്റ്മെന്റ്സുകളുടെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം 6 വയസ്സിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു അണപ്പല്ല് വായിലോട്ട് മുളച്ചു വരും. ആ സമയത്ത് കൂടെ ഇരിക്കുന്നത് കേടായിട്ടുള്ള പല പാൽപ്പല്ലുകളായിരിക്കും. ഇത് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ മേ ബി ഒരു 18-20 വയസ്സാകുമ്പോൾ റൂട്ട് കനാലായിട്ട് ആ പല്ലുകൾക്ക് വരും. പലപ്പോഴും ഈ ഒരു അൺഅവയർനെസ് അല്ലെങ്കിൽ ആ ഒരു നെഗ്ലിജൻസ് ആണ് പലപ്പോഴും ഭാവിയിൽ വരുന്ന വലിയ വലിയ ഡെന്റൽ ട്രീറ്റ്മെന്റ്സിന് ഒരു കാരണമായിട്ട് പലപ്പോഴും മാറുന്നത്. സാധാരണ ഇപ്പൊ ഇങ്ങനെ ഒരു വായിലൂടെ ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവർക്ക് നൽകുന്ന ചികിത്സ? ഒരു കുട്ടിയുടെ മൗത്ത് ബ്രീത്തിങ് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു കണ്ടീഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമ്മളൊരു മൗത്ത് ബ്രീത്തിങ് ട്രീറ്റ്മെന്റ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഒരു ഡെന്റൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, മസിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസിൽസിന്റെ ഒരു ബാലൻസ് നമ്മൾ റീഗെയിൻ ചെയ്യാൻ നോക്കും. എഗെയിൻ ഞാൻ പറയുന്നത് അത് ചുണ്ടടച്ച് നാക്കണ്ണാക്കി മുട്ടിച്ച് മൂക്കി കൂടെ ശ്വസിക്കുക. ആ ഒരു പൊസിഷനിൽ നമ്മൾക്ക് ആ ഒരു മസിൽ ട്രെയിനിങ്, ഓറൽ ജിംനാസ്റ്റിക് എക്സസൈസസ്, അതുപോലെ ഒരു മസിൽ ട്രെയിനിങ് കൊണ്ട് നമ്മൾക്ക് ആ ഒരു മസിൽ ബാലൻസിനെ നമ്മൾ റീഗെയിൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒരു സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു മസിൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന സ്കെൽട്ടണൽ കറക്ഷൻസ്, പലപ്പോഴും നമ്മുടെ മുകളിലത്തെ താടി കുറച്ച് ചുരുങ്ങി പോയിട്ടുണ്ടാകും, അതുപോലെ താഴത്തെ താടി കുറച്ച് പുറകിലായിരിക്കും. സോ ആ ഒരു കണ്ടീഷൻസിൽ നമ്മളെ മുകളിലത്തെ താടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയും താഴത്തെ താടിനെ അഡ്വാൻസ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റുകളാണ് അതിനുള്ളത്. അത് പലപ്പോഴും റിമൂവബിൾ ആയിട്ടുണ്ടാകും, ഫിക്സഡ് ആയിട്ടുണ്ടാകും. പല രീതിയിലുള്ള നമുക്ക് എക്സ്പാൻഡേഴ്സും ഇതുപോലെ തന്നെ അഡ്വാൻസിങ് ട്രീറ്റ്മെന്റ്സും എല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ആ ഒരു സ്കെൽട്ടണൽ പാറ്റേൺ ഇവാലുവേഷൻ ചെയ്തിട്ടാണ്
ഈ സ്കെൽറ്റനൽ കറക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെന്റൽ കറക്ഷൻസ്. ഡെന്റൽ കറക്ഷൻസിൽ ഞാൻ പറഞ്ഞു പലപ്പോഴും കുട്ടികൾക്ക് ഈ ഒരു ഡെന്റൽ കാവിറ്റീസ്, ഡെന്റൽ ഡിസീസസ് കൂടുതലായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അതുപോലെ ഭാവിയിൽ ആ ഒരു ഡെന്റൽ ഡിസീസസ് കുറവായി വരാനുള്ള പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ്സ് അത് നമ്മൾ ഡെന്റൽ കൺസിഡറേഷൻസിന് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ മസ്കുലർ ട്രീറ്റ്മെന്റ്സും ജോ ട്രീറ്റ്മെന്റ്സും കഴിഞ്ഞ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ വായിൽ തന്നെ പല്ല് അലൈൻ ചെയ്യാനുള്ള സ്പേസ് ഡെവലപ്പ് ആയിട്ടുണ്ടാകും. സോ ആ സമയത്ത് അലൈൻമെന്റ് കറക്ഷന് വേണ്ടിയിട്ട് അലൈനേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേസസ് ആയിട്ടോ അത് പേഷ്യന്റ് അഫോർഡബിലിറ്റി അല്ലെങ്കിൽ പേഷ്യന്റ് കോപ്പറേഷൻ അനുസരിച്ചിട്ട് നമ്മൾക്ക് അതനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത്തരമൊരു വായിലൂടെ ശ്വസിക്കുന്ന ഒരു അവസ്ഥ ശ്രദ്ധിക്കാതെ പോയാൽ, ചികിത്സ ലഭിക്കാതെ പോയാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ? ഡോക്ടർ പറഞ്ഞു ഭാവിയിൽ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് കുട്ടിക്ക് ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാകാം? ഏതൊരു അസുഖത്തിനും നമ്മൾക്ക് ഏത് സ്റ്റേജിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു ഫാക്ടറാണ്. അതായത് ഒരു ചെറിയ ഏജിൽ നമ്മൾക്ക് ധാരാളം ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മൾക്ക് ബോൺ മോൾഡബിൾ ആണ്. ആ കുട്ടികളുടെ ശീലങ്ങൾ പലപ്പോഴും ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മൾക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വളർച്ച കഴിഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ബോൺ അതനുസരിച്ചിട്ട് സെറ്റായി കഴിഞ്ഞ് അതിൽ വലിയ മാറ്റങ്ങൾ, അതായത് ഒരു 30 വയസ്സുകാരനും ഒരു 5 വയസ്സുകാരനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബോൺ മോൾഡബിൾ ആണ്. അവർക്ക് എളുപ്പത്തിൽ ഹാബിറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് മസിൽ ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് പോകാം. ഡെന്റൽ ഡിസീസസ് വേഴ്സൺ ആകാതെ ഏർലി നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പക്ഷെ ഏജ് കഴിയും തോറും നമ്മൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അതായത് വളർച്ച കഴിഞ്ഞ് എല്ല് ഉറച്ചു കഴിഞ്ഞ് അതിൽ വലിയ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ചേഞ്ച് വരാൻ പറ്റത്തില്ല. സോ അവിടെയൊക്കെ നമുക്കൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് മാത്രമേ ഒരു ഏജ് കഴിഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. സോ നമ്മൾക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെയധികം സ്ലീപ്പ് സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നു, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു. അതെല്ലാം ഒരു പരിധി വരെ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ നെഗ്ലക്ട് ചെയ്ത് പോയത് മേ ബി ചിലപ്പോൾ അൺഅവെയർനെസ് ആയിരിക്കും, ധാരാളം അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് പറ്റിയതായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് വരുന്ന ഈ ഒരു സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ പലപ്പോഴും ഈ ചെറുതിലേ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോയതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. സോ ഏർലി ആയിട്ട് നമ്മൾ എത്ര നേരത്തെ അത് ട്രീറ്റ് ചെയ്യുന്നു, ആ ഒരു ബാലൻസിലോട്ട് നമ്മളുടെ ജോനെ കൊണ്ടുവരുന്നു, അത് ലോങ് റണ്ണിൽ നോക്കുമ്പോൾ അത് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് പല്ല് നന്നായാൽ പകുതി നന്നായി എന്ന്. ഇത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കാരണം പല്ലുകൾ നമ്മുടെ മുഖത്തിന്റെ ആകൃതിയെ തന്നെ ഒരുപക്ഷെ നിർണ്ണയിക്കാമെന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. മാത്രമല്ല ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അതെ, അതായത് നമ്മൾക്ക് പലപ്പോഴും പല്ലെന്ന് പറയുന്നത് ഇപ്പൊ ഇവൻ ട്രീറ്റ്മെന്റ് കൺസിഡറേഷനിൽ വരുമ്പോഴും നമ്മൾ പല്ല് കമ്പിയിട്ട് നിരയാക്കി ആ ഒരു സ്മൈല് കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് പലപ്പോഴും പേഷ്യന്റ് സൈഡിൽ നിന്ന് വരുന്നത്. പക്ഷെ അതിനൊരു ഫങ്ഷണൽ പാർട്ട് കൂടെ ഉണ്ട്. അതിൽ നമ്മൾക്ക് ഒരു വായ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതിപ്പോൾ മറ്റു പല സ്ട്രക്ചറായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. സോ അതിന്റെ ഹെൽത്ത്, അതിന്റെ ആ ഒരു ഫങ്ഷണൽ ബാലൻസ് തീർച്ചയായിട്ടും മറ്റ് സിസ്റ്റങ്ങളുടെയും ഒരു ഫങ്ഷണൽ ബാലൻസ് ആയിട്ട് വളരെയധികം കണക്ട് ചെയ്യുന്നു. സോ ഒരു ഡെന്റൽ ഇഷ്യൂസ് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു നെഗ്ലിജൻസ് ആൻഡ് അൺഅവെയർനെസ് ഒരു ഫാക്ടറാണ്. ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഈ ഒരു കണ്ടീഷൻസ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് തന്നെ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അത്രയും നാളത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മളൊരു ഫേഷ്യൽ ബ്യൂട്ടി മാത്രമല്ല, അതൊരു ഫങ്ഷണൽ ഫാക്ടർ കൂടെയാണ്. അതെപ്പോഴും നേരത്തെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ നമ്മളുടെ ഡെന്റൽ പെർസ്പെക്റ്റീവില് നമുക്ക് മൗത്ത് ബ്രീത്തിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗ് ലൈൻ തന്നെ ഉണ്ട്, അതായത് ബ്രീത്ത് റൈറ്റ് സ്മൈൽ ബ്രൈറ്റ്. ശരിയായ രീതിയിൽ ശ്വസിക്കുന്നത് നമ്മൾക്ക് നല്ലൊരു ദന്തനിര തന്നെ അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. തീർച്ചയായും വായിലൂടെ തുറന്ന് ശ്വസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 വയസ്സാകുമ്പോഴെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടി ഡെന്റിസ്റ്റിനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. FM ഹെൽത്ത് ലൈനിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ വിശദമായി പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. കുട്ടികളിലെ വായ തുറന്നുള്ള ശ്വസനവും ദന്താരോഗ്യവും അറിയേണ്ടതെല്ലാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ദന്തൽ ക്ലിനിക്കിലെ കൺസൾട്ടന്റും ദന്തൽ സർജനുമായ ഡോക്ടർ ടിനെറ്റ് മേരി അഗസ്റ്റിനുമായി ഇതുവരെ സംസാരിച്ചത് MB ശശികുമാർ. കുട്ടികളിലെ വായ സംബന്ധമായ ശീലങ്ങൾ അവരുടെ ദന്താരോഗ്യത്തെയും താടിയെല്ലിന്റെ വളർച്ചയെയും സാരമായി ബാധിക്കുന്നു. സമയാനുസൃതമായ ചികിത്സാ രീതികളിലൂടെ അവയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് ആരോഗ്യകരമായ ഒരു ദന്തനിര കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നതിന് അനുയോജ്യമാണ്. പൊതുജന താൽപര്യാർത്ഥം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ഡെന്റൽ ക്ലിനിക്, ബാനർജി റോഡ്, എറണാകുളം. FM ഹെൽത്ത് ലൈൻ. കുട്ടികളിലെ വായ സംബന്ധമായ ശീലങ്ങൾ അവരുടെ ദന്താരോഗ്യത്തെയും താടിയെല്ലിന്റെ വളർച്ചയെയും സാരമായി ബാധിക്കുന്നു.
സമയാനുസൃതമായ ചികിത്സാ രീതികളിലൂടെ അവയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് ആരോഗ്യകരമായ ഒരു ദന്തനിര കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നതിന് അനുയോജ്യമാണ്. പൊതുജന താൽപര്യാർത്ഥം ഡോക്ടർ ടിനെറ്റ്സ് പീഡിയാട്രിക് ആൻഡ് ഫാമിലി ഡെന്റൽ ക്ലിനിക്, ബാനർജി റോഡ്, എറണാകുളം.